എല്ലാവർക്കും നമസ്കാരം. KS മെൻറ്റർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ PSC ഏജ് ഒക്കെ കൂട്ടിയവരെല്ലാവർക്കും അറിയാം. അപ്പോൾ ഏജ് ഒക്കെ കൂട്ടിയ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും, ഏതായിരിക്കും എക്സാമിന് നമുക്ക് വരാനുള്ളത്, അല്ലെങ്കിൽ LSGS ആണ് ഇനി വരാനുള്ളത്, വിളിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുള്ളൊരു ഡൗട്ടാണ്. LSGS എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള ഒരു ഡയറക്റ്റ് എൻട്രിയാണ്. അതായത് സ്റ്റേറ്റ് സർവീസിലേക്ക് ഡയറക്റ്റ് ഒരു എൻട്രി കിട്ടുകയാണ്. നമുക്ക് പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിലൊരു IAS ലെവൽ പോസ്റ്റ് എന്ന് വേണമെങ്കിൽ വരെ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ മൊത്തം 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റി ഉണ്ട്. നേരത്തെ ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ എക്സാമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ 2024 മുതൽ നടക്കുന്ന എക്സാമിന്, 2024 ലാസ്റ്റ് എക്സാം നടന്നിരിക്കുന്നത്. ആദ്യത്തെ എക്സാം അത് തന്നെയായിരുന്നു. അപ്പോൾ ആ എക്സാമിൽ ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇത്രയും സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആനുപാതികമായിട്ട് അത്രയും വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറി, അല്ലെങ്കിൽ ഈ LSGI സെക്രട്ടറി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത നോക്കേണ്ടത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എത്ര വരെയാണ്, ഇനി നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് വന്നിരിക്കുന്നത് 31/7/2024 അപ്പോൾ ഇനി ഇതിൻ്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നത് 30/7/2027 2027 ആകുമ്പോഴത്തേക്ക് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും. നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 വർഷത്തോളം ഇനിയും ബാക്കിയുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കി വരുന്ന സമയത്ത് സാധാരണ എല്ലാ എക്സാമുകളും ഒരു 3 ഇയർ സൈക്കിളിലാണ് നടക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ PSCയുടെ ഒരു ഘടനയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാ എക്സാമുകളും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ LSGI സെക്രട്ടറിയുടെ എക്സാമും നടക്കാനുള്ള സാധ്യത കുറവല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഒരു നവംബർ ഡിസംബർ, അതായത് ഈ വർഷം അവസാനം ആകുമ്പോഴേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ചു തുടങ്ങണം, മറക്കണ്ട. അപ്പോൾ ഇതാണ് നമുക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്. വരാനുള്ളൊരു സാധ്യതയുണ്ട്, ഹൈ പ്രോബിലിറ്റിയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലുള്ള PSC എക്സാമുകൾ നടത്തുന്ന ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എക്സാമുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്രത്തോളം അഡ്വൈസസ് പോയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും. ഇപ്പോൾ ആസ് ഓഫ് നൗ, അതായത് ഇന്നത്തെ ദിവസം വരെ നമുക്ക് 193 അഡ്വൈസുകളാണ് ഇവിടെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ OC പോയിരിക്കുന്നത് 149. അപ്പോൾ എല്ലാവർക്കും അറിയണമെന്നുണ്ടാവും. SC ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 10 വരെ പോയിട്ടുണ്ട്. OBC 181 റാങ്ക് വരെയാണ് പോയിരിക്കുന്നത്. EWS 155 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. 193 വേക്കൻസി പോയി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു നമ്പർ കൂടി തന്നെയാണത്. ഓക്കെ. അതുപോലെ തന്നെ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രിലിംസും മെയിൻസും ഉണ്ട്. അതുപോലെ തന്നെ മെയിൻസിന് 2 പേപ്പറായിട്ടാണ് എക്സാം നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസിൽ 49 മാർക്ക് സ്കോർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 50 എത്തിയില്ല. അതുപോലെ തന്നെ മെയിൻസിന് 95.66 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് മെയിൻസിന് 2 പേപ്പർ ഉണ്ടായിരുന്നു, 200-ലായിരുന്നു മാർക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, 200-ൽ 95.66, അതായത് ലെസ് ദാൻ 50% ആണ് കട്ട് ഓഫ് ഒക്കെ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും കാണും. ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാം ആണ്. എല്ലാവർക്കും അറിയാം, ഏത് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഏജിൻ്റെ കാര്യം, ഏജ് കൂട്ടിയ കാര്യം എല്ലാവർക്കും അറിയാലോ. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഇപ്പോഴത്തെ പുതിയ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട്. നമുക്ക് OBCക്ക് ആണെങ്കിൽ 43 വയസ്സ് വരെയും, SCക്ക് ആണെങ്കിൽ 45 വയസ്സ് വരെയും എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും ഓൾറെഡി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്, റീസ്റ്റാർട്ട് PSC എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് PSC ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി KS മെൻറ്ററിലോട്ട് വരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ലിങ്ക്, നിങ്ങൾക്ക് ആ ഒരു ലിങ്ക്, ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിളിച്ച് അങ്ങോട്ടേ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത്, നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കുന്നതാണ്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഫോം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താങ്ക്